ഇന്ന് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ പ്രിസൺ എസ്കേപ്പിൽ ട്രാപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. ആൻഡ് അത് മാത്രമല്ല, ഈ ഒരു പ്രിസൺ എസ്കേപ്പ് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഹാർഡസ്റ്റ് ചാലഞ്ച് കൊണ്ട് ഉണ്ടാക്കിയതായിട്ട് റോബ്ലക്സിൽ. സോ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മിസ്റ്റർ ബീസ്റ്റ് എനിക്ക് $10,000 എനിക്ക് തരുന്നതാണ് ഗൈസ് പറഞ്ഞത്. പക്ഷേ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഗെയിമിൽ എൻ്റെ ഒപ്പം മിസ്റ്റർ ബീസ്റ്റും കളിക്കുന്നുണ്ട്. സോ മിസ്റ്റർ ബീസ്റ്റിനെ പിടിക്കാൻ ട്രൈ ചെയ്യും. സോ നമ്മൾ മിസ്റ്റർ ബീസ്റ്റിനെ വെട്ടിച്ചുകൊണ്ട് കളി ചെയ്യിക്കണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയങ്ങളിൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാം. ഇവിടെ മിസ്റ്റർ ബീസാണ് ഇത് നിൽക്കുന്ന കേസാണ്. നന്നാണ് അവിടെ പരിപാടി, അവിടെ എന്തോ വയറ് വീർത്തിച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിക്കൂടെ നടക്കുന്നുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പൈസയുടെ ആവശ്യമുണ്ട്. നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് അടിക്കാം ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ഇത്ര ഈസി വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ആ തടിയും മിസ്റ്റർ ബീസയുടെ പരിപാടി. ഈ കഴിഞ്ഞ ദിവസം മിസ്റ്റർ ബീസിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു ഗൈസ്. പുള്ളിക്കാരൻ ആ കല്യാണത്തിൽ വീട്ടിലിരുന്നാൽ പോരെ ഭാര്യയായിട്ട്. ഇത് ചുമ്മാ മനുഷ്യന്മാരെ ഇതാക്കാനായിട്ട് നമുക്ക് ഇനി എത്ര പെട്ടെന്ന് എസ്കേപ്പ് അടിക്കണം. ഇത് ഈ യൂണിഫോം കൊള്ളാട്ടോ ഗൈസ്. ഇതെനിക്ക് ഫ്രീ ആയിട്ട് തരുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓ ഗൈസ്, നമ്മുടെ നമ്പർ നോക്കിയ ഗൈസ് 1000. എല്ലാവരുടെയും നമ്പർ അതാണ്. ചമ്മി പോയി. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് തുറക്കും. സോ നമുക്കിതിങ്ങനെ പതുക്കെ പോവാം. അയ്യോ ഗൈസ്, നമ്മളങ്ങനെ മുള്ളിൽ പോയി എന്തോ ആയിട്ടുണ്ട്. അയ്യോ പിന്നെയും പോയി. ഈ വട്ടം നമ്മൾ പോകും. ഇത് എൻ്റെ വാക്കല്ല, ഇത് മോന്യൂസ് ഗെയിമറിൻ്റെ വാക്കാണ്. ഇപ്പോൾ പോകും കേട്ടോ ഗൈസ്. ഇത് നമ്മൾ എൻ്റെ കൈ തട്ടിയതാണ് ഗൈസ്. എൻ്റെ കൈയുടെ ഓരോ അത്രേ ഉള്ളൂ. ഇതെന്താ ഇവിടെ എന്താ പരിപാടി? ഗോൾഡ് ബ്ലാസ്റ്ററാ? അമ്മൂമ്മയ്ക്കുണ്ടെ കൊടുക്കുക. ഇത് തല വിടുങ്ങാടാ, തല വിടുങ്ങോടാ. ഓക്കെ സെറ്റ്. അയ്യോ അമ്മേ, ഇതെന്താ സെലക്ഷൻ A2 ഗൈസ്. മിസ്റ്റർ ബീസ്റ്റ് അവിടെ എന്താ പരിപാടി? മിസ്റ്റർ ബീസ്റ്റ് അപ്പുറത്തോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ആ ബട്ടൺ അമർത്തണം. ഇങ്ങനത്തെ ഒരു ഗെയിം ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്, പോലീസാന്നേ ഉള്ളൂ. സോ എനിക്കറിയാം പെട്ടെന്ന് തന്നെ. അതായത് മിസ്റ്റർ ബീസ്റ്റ് കണ്ടിട്ടുണ്ട്. ബട്ടൺ അമർത്തി ഇനി നമ്മുടെ വിജയം ഓടുക എന്നാണ്. ആ തടിയനാണെങ്കിലും പുള്ളി ഓടാൻ നന്നായിട്ട് പറയാം ഗൈസ്. പോടാ മിസ്റ്റർ ബീസ്റ്റ്, ഞാൻ എസ്കേപ്പ് അടിക്കാനാണ് നീ കാണുന്നത്, മനസ്സിലായില്ലേ എന്തോ? മിസ്റ്റർ ബീസ്റ്റ് എന്നാലും ഈ വഴിയൊന്നും വരത്തില്ല. ഇനി നമ്മൾ സൂക്ഷിക്കണം. ഇനി നമ്മൾ വീട് കഴിഞ്ഞാൽ നേരെ പോണത് അവൻ്റെ മണ്ടയിലോട്ടാണ്, മനസ്സിലായില്ലേ? ഓക്കെ. ഓ ചുറോ, ഇതിൻ്റെ ഇടയിലൊരു കുഴിയുണ്ട്. സോ വീടരുത്. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചെക്ക് പോയിൻ്റ് ഇല്ലെങ്കിൽ ഞാൻ ഓബി. ചെക്ക് പോയിൻ്റ് ഉണ്ട്. ഇതെന്താ എവിടെ പരിപാടി? കിളയ്ക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ കിളച്ച് താഴത്തോട്ട് പോകാം. കിളച്ചിളച്ചല്ല, കുഴിച്ച്. ഓക്കെ, നമ്മൾ സ്ഥലവും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. ഇതെന്താ ലാവയാ? ലാവയിൽ വീണ് കഴിഞ്ഞാൽ അൽഫാം ആവുന്ന കാര്യത്തിൽ എന്തായാലും ആർക്കും സംശയമൊന്നുമില്ല. നമ്മൾ അൽഫാമായിട്ടുണ്ട്. സോ ഇതിൻ്റെ രണ്ടാമത്തെ ജന്മം ഞാൻ എസ്കേപ്പ് അടിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. രണ്ടാമത്തെ ജന്മമല്ല, അതിന് മുമ്പ് ഒരു വട്ടം എത്തും. അതൊരു കാര്യം. ഓക്കെ, നമ്മളിങ്ങനെ പതുക്കെ പോകണം. എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് ചാടണം. പിന്നെയും പതുക്കെ പോകണം. പിന്നെ എടുത്ത് ചാടണം. ഓക്കെ, ഇതൊക്കെ ഈസിയാണ്. മിസ്റ്റർ ബീസ്റ്റാ? ഏത് മിസ്റ്റർ ബീസ്റ്റ്? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ചാടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടുമായിരിക്കും. ഇത് പൊട്ടുന്ന തോന്നണേ. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ക്രാക്കഡ് ആയിട്ടുള്ളത് പൊട്ടാൻ ചാൻസുണ്ട്. പിന്നെ അല്ല ഗൈസ്, ഇവിടെ വേറെ കുറേ. അതെന്താ പെണ്ണിന് മാത്രമേ യൂണിഫോം ഇല്ലാത്തത്? നമുക്കൊക്കെ യൂണിഫോം. മോശം. ഇതെന്താ മുള്ള? മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഹാർഡസ്റ്റ് ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മിസ്റ്റർ ബീസ്റ്റിൻ്റെ നിങ്ങൾ ഞാനിവിടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഹാർഡസ്റ്റ് ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ആക്കുകയാണ്. സോ നിങ്ങളിത് കണ്ടോണ്ടിരിക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. നമുക്കതിൻ്റെ റോഡ് ടു 100 ആണ് സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. സെക്കൻഡ് ചാനലും കൂടി ഒന്ന് വളർത്തിയെടുക്കണം. ഇതെന്താ അങ്ങോട്ടാണ്? ഞാൻ കാര്യം പറ്റില്ല, നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷെ ഇങ്ങോട്ടാണ് എനിക്ക് വന്നത്. മണ്ടനാണ് ഗൈസ്. ഇതെന്താ സംഭവം? വലിയൊരു ഉണ്ട. ഈ ഉണ്ട കണ്ടിട്ട് എനിക്ക് മിസ്റ്റർ ബീസിന്റെ വയറാണ് ഗൈസ് ഓർമ്മ വന്നത്. അല്ല, റിയൽ ലൈഫിലത്തെ മിസ്റ്റർ ബീസ് അല്ല കേട്ടോ, ഗെയിമിലത്തെ മിസ്റ്റർ ബീസ്റ്റ് ആണ്. തെറ്റിരിക്കരുതായിരുന്നു. ലെറ്റ്സ് ഗോ. ആകും. അയ്യോ ഗൈസ്, മിസ്റ്റർ ബീസ്റ്റ് കറുത്ത് ഉടുപ്പിട്ടിട്ട് പുള്ളിക്കാരനവിടെ കുണ്ടിയൊക്കെ ചൊറിഞ്ഞിട്ട് തലയോട് ചൊറിയുന്നുണ്ട്. എന്തേലും കാണിക്കട്ടെ ഗൈസ്. പുള്ളിക്കാരനെ അപ്പുറത്തോട്ട് പോകുന്ന സമയത്തിൽ നമുക്ക് അപ്പുറത്തോട്ട് പോയി ഒരു സംഭവം ചെയ്യാണ്ട്.
പുള്ളി കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തുറക്കാം. ഓക്കെ. അയ്യോ ഗൈസ് ഗൈസ്, മിസ്റ്റർ ബീസ്റ്റ് ഞാനൊരു പാവമാണ്. എനിക്ക് $10,000 വേണം. നിങ്ങളെല്ലാവർക്കും കൊടുക്കുന്നതല്ലേ, കൂട്ടത്തിൽ എനിക്ക് കൂടി. ഓക്കെ ഗൈസ്, പോടാ മിസ്റ്റർ ബീസ്റ്റ്. നിൻ്റെ കോടായ വേറെ കൂടി ഇങ്ങോട്ട് ചാടാനൊന്നും പറ്റില്ല. ഈ വീട്ടിൽ പോകും. ഓക്കെ, ഇവിടെ എന്താ പരിപാടി? ഇവിടെ സ്വിച്ച് അമർത്തണമായിരിക്കും. ഓക്കെ പോട്ടെ. നല്ല ലിഫ്റ്റാണല്ലോ. മിസ്റ്റർ ബീസ്റ്റൊക്കെ ഇത് പൈസ കൊടുത്ത് ഒപ്പിച്ചിട്ടുണ്ട്. സെറ്റപ്പാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, നമ്മളെന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇതന്നെ സെക്യൂരിറ്റി ട്രെയിനിങ്. ഇതെനിക്കറിയാം ഗൈസ്. ഇത് മിസ്റ്റർ ബീസിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞൊരു കുപ്പി കിട്ടുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആ കുപ്പി കുടിച്ച് കഴിഞ്ഞാൽ എന്തോ നമുക്ക് കുറച്ച് സ്പീഡ്. അയ്യോ, ഇവിടെ കുറച്ച് സ്പീഡാകാൻ വേണ്ടത്. എത്ര സ്പീഡായത്? ഉയ്യോ, ചത്തു. ഓക്കെ, ഇതെന്തായാലും നമ്മൾ ചാകൂല. കാരണം എനിക്കിപ്പോഴാണ് ഇതിൻ്റെ പരിപാടിയെങ്കിലും മനസ്സിലായില്ലേ? ഓക്കെ പോട്ടെ. മിസ്റ്റർ ബീസ്റ്റാ? ഏത് മിസ്റ്റർ ബീസ്റ്റിനൊക്കെ തട്ടി. മോനോസ് ഗെയിമർ തട്ടി, കണ്ടില്ലേ? ഇനിയുണ്ടോ പടച്ചോനെ? പോട്ടെ, ഒറ്റയടിക്ക് വിട്ടു. അത്രേ ഉള്ളൂ. ഓക്കെ. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ എനർജി ലോസായി. കുഴപ്പമില്ല. ഇതെന്താ എനിക്കറിയത്തില്ല. ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ. നമുക്ക് അതൊക്കെ സ്റ്റേജ് 13 കിടക്കാം. ഇതെന്താ റെഡി? ഇത് മറ്റേ കേണി കൊണ്ടുവയ്ക്കണ പരിപാടിയാണ്. സോ നമുക്കിനി കേണി എടുക്കണം. ഇനി കേണി എവിടെയാണോ? ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? നമ്മളങ്ങനെ കിടക്കുകയാണ്. സ്റ്റേജ് 14. ലെറ്റ്സ് ഗോ ഫോർ. ഇതെന്താടാ? ഇവിടെ ഇതുവരെ കാറ്റടിക്കുവാണോ? നമുക്ക് അങ്ങോട്ട് പോകാൻ സമ്മതിക്കണില്ല. ഈ കാറ്റടിക്കുണ്ടായത്. ഓക്കെ, പറ്റും. ചാടിപ്പോയാൽ മതി. ഓക്കെ, ഈസി സാധനം. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഇതെന്താ? ഓക്കെ, ഇത് കുറച്ച് ടഫാണ് ഗീസ്. ഇത് ലെവൽസ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മിസ്റ്റർ ബീസ്റ്റ് അല്ലേ, ടഫാക്കാണ്ടിരിക്കില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് ചാടി, പിന്നെയും ചാടി. പിന്നെ വേണ്ടേ? ഇനി ഇവിടെ വഴിയുണ്ട്. ഓക്കെ ഗൈസ്, ഇതെന്താ? ക്ലോസ് ദ വാൾവ്സ്. ഓക്കെ. അയ്യോ എടാ, അതെന്തായാലും നന്നായി. നമുക്കിനി ഇവിടുത്തെ ഓരോ ലിവറും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നുവിടാം. എന്നാലാണ് ഗൈസ് നമുക്ക് ആ ഒരു പുക നിൽക്കുള്ളൂ. പുക നിന്നാലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു വിഷത്തിൻ്റെ പുക അടിച്ച് നമ്മൾ മരിക്കും. ഓക്കെ, ഇതും കൂടി തുറക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് തുറക്കുമ്പോഴേക്കും നമ്മൾ ചത്തുകൂടാവേ. ഈ ചാടാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇനി ഒറ്റ പുകയെങ്ങാണ്ടുള്ളൂ. ആ ഫസ്റ്റ് കണ്ട പുക, അതും കൂടി. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ബ്രോ, ലെറ്റ്സ് ഗോ. നമുക്ക് പതുക്കെ ഇങ്ങനെ പോവാം. മിക്കവാറും നമ്മുടെ സ്റ്റേജ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കും ഗൈസ്, അത് ഉറപ്പാണ്. ഈ വീഡിയോ അയ്യോ എൻ്റെ പൊന്നെ, എന്നെ പറപ്പിക്കുവാടേ മിസ്റ്റർ ബീസ്റ്റ്. സബ്സ്ക്രൈബ് മിസ്റ്റർ ബീസ്റ്റ് അല്ല, അൺസബ്സ്ക്രൈബ് മിസ്റ്റർ ബീസ്റ്റ്. ഓരോ ചലഞ്ച് കഴിയുമ്പോഴും അവരുടെ ഓഡിയൻസ് പറയില്ലേ സബ്സ്ക്രൈബ് മിസ്റ്റർ ബീസ്റ്റ് എന്ന്. ഞാൻ പറയും അൺസബ്സ്ക്രൈബ് മിസ്റ്റർ ബീസ്റ്റ്, അന്നേരം സബ്സ്ക്രൈബ് മോനൂസ്. ഞാൻ വിചാരിച്ചിരുന്നല്ലോ നേരത്തെ വെള്ള ചവിട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ തോറ്റത്. അല്ലാണ്ട് ഇനി ആരും കളിയാക്കൊന്നും വേണ്ട കമൻറ്റ് ബോക്സിൽ പോയിട്ട്, മനസ്സിലായില്ലേ? എന്താ? ഓക്കെ, നമ്മൾ ആ ഒരു സംഭവത്തിൽ വീഴണം. പെട്ടെ ഇതെന്താ പരിപാടി? ഇത് തുറക്കൂല്ല അല്ലേ? മുടി. പിന്നെ മിസ്റ്റർ ബീസ്റ്റ് അവിടെ പുള്ളിയുടെ വയറ് തന്നെ വലിയൊരു ഉണ്ട. പുള്ളിക്കാരെന്തോ ഉണ്ട പിടിച്ചുകൊണ്ട് നടക്കുവാണ് ഗൈസ്. ഐ തിങ്ക് അവിടെ ഒരു ഗണ്ണുണ്ട്. എൻ്റെ പൊന്നു ചേട്ടനെ വല്ല വീഡിയോസിലിട്ടിരുന്നാൽ പോരെ. എന്തിനാണ് ഞങ്ങളെ വെറുപ്പിക്കാനായിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചു? ഉണ്ടല്ല, അത് പാനലാണ്, പാനല്. പുള്ളിക്കാരൻ ഇനി അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് പോകാം ഗൈസ്. മനസ്സിലായല്ലേ? മനസ്സിലായില്ല.
ഷെഫിന്റെ ഹെൽത്തും കാര്യം കാണിച്ചിട്ടുണ്ട്. ഗൈസ് പുള്ളിയുടെ തീട്ടൊക്കെ എൻ്റെ മേത്തോട്ട് എറിയാൻ തുടങ്ങി. ഗൈസ് അതെന്താ സാധനം ഞാൻ കൂടുതലിട്ട് പറയണ്ടല്ലോ. ഗണ്ണ് 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 എടാ പോടാ. ഇതെങ്ങനെ വെടിവെക്കണ്ടേ? കണ്ടില്ലേ? ഓ എൻ്റെ പൊന്നടാ മിസ്റ്ററെ, നീ മിസ്റ്റർ ബീസ്റ്റ് അല്ല, നീ മിസ്റ്റർ മീറ്റാണ് ബച്ചാനെ. നീ മിസ്റ്റർ മീറ്റാണ്. നിന്നെ തീർക്കാൻ ഭയങ്കര പാടാണ്. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടുത്തെ ഡോർ തുറന്നു അങ്ങനെ. ഇനി എന്താ പരിപാടി? അങ്ങോട്ടെടുത്ത് ചാടണ ഇപ്പൊ ചത്തൂലേ? എൻ്റെ അമ്മച്ചിയേ, ഈ മിസ്റ്റർ ബീസ്റ്റിനെ കറക്കാൻ കൊണ്ടുപോകണേ. അയ്യോ ഈ കള്ള മിസ്റ്റർ ബീസ്റ്റിനെ അതിൽ കൂടെ ചാടിച്ചടാ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എഴുത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇനി കുറച്ച് സ്റ്റേജുകളുള്ള നമ്മുടെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. സോ മിസ്റ്റർ ബീസ്റ്റിൻ്റെ എൻ്റെ ചലഞ്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്നറിയണമെങ്കിൽ നിങ്ങൾ പാർട്ട് 2 കൂടി കാണണം. എനിക്ക് $10,000 ആയാലും മിസ്റ്റർ ബീസ്റ്റ് ഇന്ത്യയിലോട്ട് വരുമെന്നും നിങ്ങൾ കാണാൻ മറക്കരുത്. സോ നിങ്ങളതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പാർട്ട് 2ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ അടുത്തൊരു എപ്പിസോഡായിട്ട് നേരെ ടാറ്റാ ബൈ ബൈ.